ഹായ് ഓൾ, വെൽക്കം ടു ബുക്ക് ഹൗൾസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമല ബേസിൻ്റെ വാട്ട് ഈസ് പേട്രിയാർക്കി എന്ന് പറഞ്ഞൊരു എസ്സെയാണ്. ഇതിൽ ആദ്യം ബിഗിൻ ചെയ്യുന്നത് എന്താണ് പേട്രിയാർക്കി, പേട്രിയാർക്കിയുടെ ലിറ്ററൽ മീനിങ് എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ്. പേട്രിയാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെൻ ആണ്. അതായത് നമ്മുടെ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് സൊസൈറ്റി, അവിടെ മെയിൽ ഡോമിനേറ്റ് ചെയ്യും. അവരാരെയൊക്കെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? ദ ലാർജ് ഹൗസ് ഹോൾഡ് ഓഫ് ദ പേട്രിയാർക്ക് വിച്ച് ഇൻക്ലൂഡഡ് വിമൻ, junior men, children, slaves and domestic servants, all under the dominant role of the male. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മെയിൽ ഡോമിനേഷനിനകത്ത് പറയുന്നത് നമ്മുടെ സ്ത്രീകളെ സബോർഡിനേറ്റ് ആയിട്ട് വെക്കുന്നത് ഒത്തിരി വേസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത് പ്രകടമായിട്ട് ചെയ്യണം എന്ന് പോലും ഇല്ല. മൈന്യൂട്ട് തിങ്സിലൂടെ ആയിരിക്കും അവരെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി ഐഡിയോളജീസ് ഉണ്ട്, റിലീജിയസ് സോഷ്യൽ പ്രാക്ടീസസ് ഉണ്ട് സ്ത്രീകളെ വീട്ടിൽ തന്നെ കൺഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം വിഡോസ് ആവുകയാണെങ്കിൽ, ഇപ്പോഴും ചില കമ്മ്യൂണിറ്റികളിൽ വിഡോസ് ആവുകയാണെങ്കിൽ അവരിതുപോലെ റൂമിൽ പൂട്ടി പുറത്തിറങ്ങാതെ തലയൊക്കെ മുണ്ടനം ചെയ്ത് ആ ഒരു അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വേദാസ് തന്നെയാണെങ്കിൽ, ഇപ്പം മനുസ്മൃതിയിലാണെങ്കിൽ എന്താ എന്നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയെന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ ഒരു റിലീജിയസ് ആയിട്ടും അല്ലെങ്കിൽ സ്ക്രിപ്റ്റുകൾ വരെ സ്ത്രീകളെ സബോർഡിനേറ്റ് ചെയ്യുന്നതിനൊരു മാർഗമായിട്ട് മാറി, അവരെ കൺഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു സബോർഡിനേഷൻ വിമൻ ഡെയിലി ലെവലിൽ, അല്ലാതെ മന്ത്ലി ഒന്നുമല്ല, ഡെയിലി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിസ്റിഗാർഡ് ഉണ്ടാവാം, ഇൻസൾട്ട് ഉണ്ട്, കൺട്രോൾ ഉണ്ട്. നമ്മളൊക്കെ കൂടുതൽ ഫേസ് ചെയ്യുന്ന ഈ ഒരു കൺട്രോൾ ആയിരിക്കും. പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, ഒപ്രഷൻ ഉണ്ട്, വയലൻസ് ഉണ്ട്. അത് ഫാമിലി തന്നെ ആവാം, വർക്ക് പ്ലേസിലാവാം, ഈവൻ സൊസൈറ്റിയിൽ വേണമെങ്കിലും ആവാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഡിസ്ക്രിമിനേഷൻ, സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ചില ഡിസ്ക്രിമിനേഷൻ, അത് പേട്രിയാർക്കിയുടെ ബേസിലാണ്, നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് വൺ, സൺ പ്രിഫറൻസ് ഉണ്ട്. അതായത് അവർക്ക്, ഞാൻ ജനിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ലായിരുന്നു, ബിക്കോസ് അവർക്കൊരു സണ്ണിനെയായിരുന്നു വേണ്ടത്. അത് വൺ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റീമ കല്ലിങ്കർ, അന്ന് അവർ പൊരിച്ചമീൻ്റെ കാര്യം പറഞ്ഞപ്പം എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് അവരെ ട്രോളി. ആക്ച്വലി അവർ പറഞ്ഞത് ശരിയായിരുന്നു. നമ്മളിപ്പം വീട്ടിലൊക്കെ ഈ ഫുഡിൻ്റെ അതും ഭയങ്കര പ്രിഫറൻസ് ആണ്. മെയിലിന് അവർക്ക് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിലേ വിമൻ കഴിക്കാൻ പാടുള്ളൂ എന്നല്ല, അങ്ങനെയാണ് സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെയല്ല, അച്ഛന് കിട്ടാറ് പോലും ഇല്ല, ഞങ്ങളാ മൊത്തം തിന്നുന്നത്. പക്ഷേ ചിലയിടങ്ങളിലെല്ലാം മോസ്റ്റ് ഓഫ് ദ വീടുകളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പം ബ്രദറും സിസ്റ്ററും ഉള്ള വീട്ടിലാണെങ്കിൽ ചിലയിടങ്ങളിൽ ബ്രദറിനായിരിക്കും കൂടുതൽ പരിഗണന കിട്ടുന്നത്. അതുപോലെ നമ്മുടെ ഹൗസ് ഹോൾഡ് വർക്കിന് വേണ്ടി ആൺകുട്ടികൾ ചെയ്യാറില്ല, പെൺകുട്ടികളായിരിക്കും അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ അതിനെപ്പറ്റി കാണിക്കുന്നുണ്ടല്ലോ. അതായത് പെൺകുട്ടി തന്നെ സ്വയം പോയി വെള്ളം എടുത്ത് കുടിക്കണം, പക്ഷെ ആൺകുട്ടി അവിടെ ഇരുന്നിട്ട് അമ്മ വെള്ളം എന്ന് പറഞ്ഞാൽ അമ്മ കൊണ്ടുപോയി കൊടുക്കും. എല്ലാ വീട്ടിലും ഇങ്ങനെ ആവണം എന്നില്ല, ആൺപിള്ളേർ തന്നെ ചെയ്യുന്ന വീടുകളും ഉണ്ട്. ഇപ്പം കുറച്ചും കൂടെ കാലം മാറിയല്ലോ. അതുപോലെ തന്നെ ഇപ്പം മുൻപ് പെൺകുട്ടികൾ ഇതുപോലെ സ്കൂളിൽ പോയി പഠിക്കാൻ പാരൻസിന് താല്പര്യമില്ലായിരുന്നു. കാരണം പെൺപിള്ളേരെ പഠിച്ചിട്ട് എന്തിനാ, കല്യാണം കഴിഞ്ഞ് എവിടെയെങ്കിലും വീട്ടിൽ പോകാനുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം ബോയ്സ് പഠിക്കാൻ എന്താണ്, വീടിനൊരു ഹെൽപ്പായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഓക്കെ, ലാക്ക് ഓഫ് ഫ്രീഡം ആൻഡ് മൊബിലിറ്റി, അത് നമ്മളിപ്പം ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇത്ര ടൈം കഴിഞ്ഞാൽ, മറ്റേ 6:30 കഴിഞ്ഞാൽ വീട്ടിൽ കയറണം, അല്ലെങ്കിൽ 6 മണി തന്നെ ആയിരിക്കും, പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓക്കെ, അത് പിന്നെ ഡൊമസ്റ്റിക് വയലൻസ്. ഓക്കെ, പിന്നെ സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് ഉണ്ട്, മെയിൽ കൺട്രോൾ ഓവർ വിമൻസ് ബോഡീസ് ആൻഡ് സെക്ഷുവാലിറ്റി, നോ കൺട്രോൾ ഓവർ ഫെർട്ടിലിറ്റി ഓർ റിപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, പിന്നെ ലാക്ക് ഓഫ് ഇൻഹെറിറ്റൻസ് ഓർ പ്രോപ്പർട്ടി റൈറ്റ്സ് ഫോർ വിമൻ. അപ്പം അത് നമ്മുടെ റീസെൻ്റ്ലി നമ്മുടെ ഒരു വക്കീലുണ്ടായിരുന്നല്ലോ, താൻ കൊണ്ടുപോയി കേസ് കൊടു, അതിലെ വക്കീൽ ഭാര്യയെ നിയമപരമായി കല്യാണം കഴിക്കുന്നുണ്ട്. കാരണം അവരുടെ എന്തോ ലോ അനുസരിച്ച് സ്ത്രീകൾക്കോ അങ്ങനെ എന്തോ, അവരുടെ കുട്ടികൾക്കോ എന്തോ സ്വത്തിന് ഇൻഹെറിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതുകൊണ്ട് നിയമപരമായി കല്യാണം കഴിച്ചു. അപ്പം ഇനി ഒരു ഇൻഹെറിറ്റൻസ് കിട്ടും, അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു റിലീജിയനും കമ്മ്യൂണിറ്റീസും, എല്ലാ റിലീജിയനും ഇതുപോലെ തന്നെ സ്ത്രീകളെ സബോർഡിനേറ്റ് ചെയ്ത് വെക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പേട്രിയാർക്കി എന്ന് പറഞ്ഞ സിസ്റ്റം എങ്ങനെയാണ് ഓറിജിൻ ചെയ്തതെന്ന് നോക്കുവാണ്. ഈ പേട്രിയാർക്കി വരുന്ന വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ടത്തെ മനുഷ്യന്മാരെ നോക്കുവാണെങ്കിൽ അവർക്ക് അങ്ങനെ ജാതിയും മതവും നോക്കാൻ, ജാതി മതമല്ല, ഈ പോലെ ജെൻഡർ അതൊന്നും നോക്കാനുള്ള ടൈമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും പോയി വേട്ടയാടുക, അന്നത്തെ ഫുഡ് കഴിക്കുക. പണ്ടത്തെ ആൾക്കാരാണ് വേട്ടയാടി ജീവിച്ച ആൾക്കാർ. ഓക്കെ, അങ്ങനെ ജീവിക്കുക. ഏൻഷ്യൻ്റ് ആദിമ മനുഷ്യർ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ മെന്നാണ് ലാർജ് ആനിമൽസിനെയൊക്കെ ഹണ്ട് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ സ്ത്രീകൾക്കും അവർ ചെയ്യുമായിരുന്നു. ലൈക്ക് അവർ പോയി എഡിബിൾ ഫുഡ് ഗ്യാദർ ചെയ്യും, അതുപോലെ ഡൊമസ്റ്റിക്കേഷൻ തുടങ്ങി, അഗ്രികൾച്ചർ തുടങ്ങി. അങ്ങനെ സ്ത്രീകളും മാക്സിമം കാര്യങ്ങൾ അവരും ചെയ്തു, അതുപോലെ തന്നെ പുരുഷന്മാരും. അപ്പോൾ ഒരു ഈക്വലായിട്ട് എല്ലാം പ്രിഫർ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുമായിരുന്നു. അങ്ങനെ
ഒരു ട്രൈബായിരുന്നു എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്, അല്ലാതെ അവിടെ ഭയങ്കര വലിയ ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ചിൽഡ്രനാണ് അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അവരുടെ മദറിൻ്റെ ലീനേജിലായിരിക്കും അറിയപ്പെടാൻ തുടങ്ങിയത്. ഇന്നത്തെ പോലെ ഫാദറിൻ്റെ ലീനേജിലല്ല, മദറിൻ്റെ ലീനേജിലായിരുന്നു. ഇതൊരു മദർ റൈറ്റ് ആയിരുന്നു. അത് ഇന്നും വേൾഡിൻ്റെ പല പാർട്സിലും നിലനിൽക്കുന്നുണ്ട്. ആഫ്രിക്കൻ കൺട്രീസിലെ കുറച്ച് ട്രൈബ്സിൽ, പിന്നെ നമ്മുടെ മേഘാലയയിലെ ഖാസി ഖാരോ ട്രൈബുകൾ, പിന്നെ കേരളത്തിലെ നായർ കമ്മ്യൂണിറ്റി. ഈ ഒരു മദർ റൈറ്റ് ഏൻഷ്യൻ ടൈംസിലെ മനുഷ്യന്മാരിൽ വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ അവർ ആ ഒരു എന്താണ് മാരേജ് സിസ്റ്റം അല്ലെങ്കിൽ 1-to-1 റിലേഷൻഷിപ്പ് ഒന്നും അല്ലായിരുന്നു, പോളിഗമസ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മദറിൻ്റെ കൂടെ ആയിരിക്കും കുട്ടിയുള്ളത്. സോ എന്ത് ചെയ്യും, ആ ഒരു മദർ ലീനേജ് ആയിരുന്നു കീപ്പ് ചെയ്തുകൊണ്ട് പൊക്കോണ്ടിരുന്നത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ ഒരു മാരേജ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇവോൾവ് ചെയ്യുന്നത്. അങ്ങനെ 1-to-1 മാരേജ് റിലേഷൻഷിപ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ മെൻ കെയിം ടു നോ ഹൂ ദെയർ ചിൽഡ്രൻ വെയർ. A whole new setup arose. Surplus gave rise to development of classes, that is, those who got more surplus become masters and slave owners, and those who had not become slaves. Okay, അതുപോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്നു, പിന്നെ സ്ലേവ്സ്, ടൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പൊസിഷൻസ് ആക്കി മാറി. പിന്നെ മോർ സർപ്ലസ് വാസ് പ്രൊഡ്യൂസ്ഡ് ആസ് ഹയർ order technology was developed in agriculture and animal husbandry. അപ്പം ഈ ഒരു സർപ്ലസിൻ്റെ ബേസിലായിരുന്നു എന്ത്, പിന്നീട് പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്നു, അങ്ങനെ സർപ്ലസ് വന്നു. അപ്പോൾ സർപ്ലസ് കൂടുതലുള്ളവർ എന്ത്, പണക്കാരെന്നല്ല, അവർക്ക് സ്ലേവ്സ് ഒക്കെ ഉണ്ടാവും. കയ്യിലൂടെ സർപ്ലസ് ഇല്ലാത്തവർ എന്താണ്, സ്ലേവ്സ് ആയിട്ട് മാറി. അങ്ങനെയാണ് സൊസൈറ്റി ഡിവൈഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത്രയും നാൾ നമ്മുടെ സൊസൈറ്റി ഈക്വലായിട്ട് പൊക്കോണ്ടേയിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സർപ്ലസും സ്ലേവ്സും ഒക്കെ വന്നപ്പോഴത്തേക്കും മാൻ എന്ത് ചെയ്തു, അവർ ഈ ഒരു സ്ലേവ്സിനെയൊക്കെ സീസ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ എല്ലാ അസറ്റിൻ്റെയും ഒരു ഹോൾഡ് മാൻ തന്നെ ക്യാരി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് അവരുടെ ചിൽഡ്രനെ അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇതിനെ അവരുടെ ആ ഒരു ഓഫ് സ്പ്രിങ്ങിലേക്ക് അവർ എന്താണ് കൊടുത്തു. ഓക്കെ, എന്ന് വെച്ചാൽ അവരുടെ പൊസിഷൻസ് എല്ലാം അവരുടെ ഓഫ് സ്പ്രിങ്സിന് കൊടുത്തു. അങ്ങനെ അവർ പക്ഷേ കൊടുക്കുന്നത് മെയിൽ ഓഫ് സ്പ്രിങ്സിനായിരിക്കും കൊടുക്കുന്നത്. അന്ന് തൊട്ടാണ് ഈ ദുരന്തം ആരംഭിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ സൊസൈറ്റി സ്ലോലി ഒരു ഇക്വിറ്റബിൾ വണ്ണിൽ നിന്നും, അതായത് മെന്നും വിമനും ഈക്വലായിട്ട് ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്നും എങ്ങോട്ട് മാറി, മാൻ കമാൻഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ അവർക്കായിരുന്നു എല്ലാ പവറും ഡിസിഷൻ മേക്കിങ്ങും എല്ലാം അവർക്കായിരുന്നു. The women acquired a subordinate position, and gradually through generations of oppression a woman's status in society has become unequal. കേട്ടോ, അന്ന് തുടങ്ങി പിന്നെ ഗ്രാജുവലി ഈ പ്രോസസ്സ് ഇങ്ങനെ ആയി അവസാനം അവർ അൺഈക്വലായി. അതായിരുന്നു ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ജനറേഷൻ ആയിട്ടുള്ള മാറ്റങ്ങൾ. ഇനി പേട്രിയാർക്കിയുടെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സബോർഡിനേഷൻ അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെയും സെൽഫ് എസ്റ്റീമിനെയും അതുപോലെ കോൺഫിഡൻസിനെയും എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ അവർക്ക് കുറേ കാര്യങ്ങൾ കൊടുത്തു. നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ മാത്രം ചെയ്യണം, ഇന്ന സ്പേസിൽ മാത്രം ഒതുങ്ങണം, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തു. എന്നിട്ട് അവരിപ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വരുവാണെങ്കിൽ അവരെ ബെപ്പാർഡ അഥവാ ഷെയിംലെസ് എന്നവരെ വിളിച്ചു. അവരെ മെന്നിന് ഇൻഫീരിയറായിട്ട് കണ്ടു. അവരുടെ മുകളിൽ ഒരുപാട് കൺട്രോൾസ് കൊണ്ടുവന്നു. അതുപോലെ നമ്മുടെ ഫാമിലിയിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കാണുന്ന, റിലീജിയനിൽ കാണുന്ന, ലോസിൽ കാണുന്ന, സ്കൂൾസിൽ കാണുന്ന, ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന, അങ്ങനെ എല്ലായിടത്തും കാണുന്ന ആ ഒരു കൺട്രോൾസ് തുടങ്ങിയത് ഈ ഒരു ടൈം തൊട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം വിമൻ ഫേസ് എ സിസ്റ്റം ഓഫ് പേട്രിയാർക്കൽ ഡോമിനേഷൻ ആൻഡ് സുപ്പീരിയോറിറ്റി ഓഫ് മെയിൽ കൺട്രോൾ ഇൻ വിച്ച് ദേ ആർ സബോർഡിനേറ്റ്. Even the words used for husband, Swami, Shauhar, Patti, Malik, all mean lord or owner. ഈ ഇടയ്ക്ക് മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഓക്കെ നല്ല രസമാണ്, കാണണം കേട്ടോ എല്ലാവരും. അപ്പോൾ നിത്യമേനനാണെങ്കിൽ കഥക് പഠിക്കാൻ പോകും. അപ്പോൾ നിത്യമേനൻ്റെ ഡാഡി, അത് പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പം അങ്ങനെ ചോദിക്കും, കഥക് പഠിക്കാൻ നീ നിൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചായിരുന്നോ, പെർമിഷൻ മേടിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ, പെർമിഷനോ, എൻ്റെ ഓണറാണോ അതിന്? അല്ലേ, നമുക്കിപ്പോൾ അഭിപ്രായം ചോദിക്കാം, അതല്ലാതെ പെർമിഷൻ മേടിക്കാൻ നമ്മുടെ അടിമകളൊന്നും അല്ലല്ലോ, അപ്പം നമ്മുടെ ഓണറും അല്ല അവർ. ഓക്കെ, അപ്പം ഈ ഒരു സ്വാമി, ചൗഹാർ എന്നൊക്കെ പറയുന്നത് ലോഡ് അല്ലെങ്കിൽ ഓണർ എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു മീനിങ് കൊടുക്കുന്നതാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മെൻ ആൻഡ് വിമൻ ആർ നോട്ട് അസൈൻഡ് ഡിഫറെൻറ്റ് റോൾസ് ബിക്കോസ് ഓഫ് ദെയർ ബയോളജിക്കൽ ഡിഫറൻസസ്, ബട്ട് because of a social system that defines what men and women should be doing.
അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയിൽ തന്നെ ഡിഫറെൻറ്റ് ക്ലാസ്സസിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേട്രിയാർക്കി ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ സൊസൈറ്റി തൊട്ട് സൊസൈറ്റി വരെ അത് മാറും, അല്ലെങ്കിൽ ടൈം വേറൊരിടത്ത് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ പലയിടത്ത് പല ടൈപ്പ് ഓഫ് പേട്രിയാർക്കി ആയിരിക്കും. പക്ഷേ കോമൺ ആയിട്ടുള്ളത് കൺട്രോളാണ്. പലയിടങ്ങളിൽ പല കൺട്രോളായിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ദളിത് സ്റ്റഡീസ് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അവരെന്ന് വെച്ചാൽ പല കൈൻഡ് ഓഫ് ദളിത് വിമൻ പല കൈൻഡ് ഓഫ് ഒപ്രഷനാണ് അനുഭവിക്കുന്നത്. സൊസൈറ്റിയിൽ നിന്നുള്ള ഒപ്രഷനുണ്ട്, പിന്നെ ഈ ഫാമിലിയിൽ നിന്നുള്ള ഒപ്രഷനുണ്ട്. അങ്ങനെ അവർ കംപ്ലീറ്റ്ലി സബോൾട്ടേൺ ആയി മാറുകയാണ്, അങ്ങനത്തെ ഒരവസ്ഥ. ഇനി ഫോർ എക്സാമ്പിൾ, ദ നേച്ചർ ഓഫ് പേട്രിയാർക്കി ഡ്യൂറിങ് അവർ ഗ്രാൻഡ് മദേഴ്സ് ടൈം വാസ് നോട്ട് as same as it today. It is different from tribal women and for upper caste Hindu women, for women in India and elsewhere. ഇതാ പറഞ്ഞത്. അതായത് സൊസൈറ്റി മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ക്ലാസസ് മാറുന്നതനുസരിച്ച് ഈ ഒരു പേട്രിയാർക്കിയുടെ ഇത് ആ ഒരു എന്താ പറയുക ഒരു ഇൻറ്റൻസിറ്റിയും മാറിക്കൊണ്ടേയിരിക്കും. Okay, in a patriarchal system, normally the following areas of a women's life can be said to be under the control of a patriarchal structure. First one, productivity or labor power. അതെങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിലാണെങ്കിൽ വിമൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ, അവർ കഷ്ടപ്പെടുന്നുണ്ട്, പ്രൊഡക്റ്റീവാണ്, എങ്കിൽ പോലും അത് അവരുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് മാറി. ശമ്പളം ഇല്ലാത്ത ജോലിയല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരും, പക്ഷേ അത് അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. അവരിങ്ങനെ ഇപ്പം ഇഫ് യു ആർ എ വിമൻ യു ഹാവ് ടു ഡു ദിസ്, അല്ലെ യു ആർ സപ്പോസ്ഡ് ടു ഡു ദിസ്, അല്ലാതെ ഇത് ഡ്യൂട്ടിയാണ്, അല്ലാതെ നമുക്ക് അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് വേറൊന്നും പറയാനും ചെയ്യാനൊന്നുമില്ല. അതുപോലെ തന്നെയാണ് അവർ പുറത്ത് വർക്ക് പ്ലേസിൽ പോകുമ്പോഴും അവർക്ക് ഈക്വൽ വേജസ് കിട്ടുന്നില്ല. പിന്നെ ഡൊമസ്റ്റിക് അല്ല, വർക്ക് പ്ലേസിൽ നിന്ന് അവർ ഫേസ് ചെയ്യേണ്ടിയിരുന്ന ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതുപോലെ അവർ മെന്നിൻ്റെ അത്ര പ്രൊഡക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് കേൾക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ സെക്ഷൽ അസോൾട്ട് ഉണ്ട് അവിടെ. ഓക്കെ, അതാണ് പ്രൊഡക്ടിവിറ്റി ഓർ ലേബർ പവർ. അതുപോലെ തന്നെ ഇപ്പം അവർ ജോലിക്ക് പോവുകയാണെങ്കിലും, എല്ലായിടത്തും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ അങ്ങനെ പോവുകയാണെങ്കിൽ കിട്ടുന്ന സാലറി എന്താണ്, അവർക്ക് അതിൻ്റെ കൺട്രോൾ ഇല്ല. ആ സാലറിയുടെ കൺട്രോൾ വരെ അവിടുത്തെ മെന്നിനായിരിക്കും ഉണ്ടാവുന്നത്. എല്ലായിടത്തും അങ്ങനെയല്ല. Next, B, reproduction. Women's reproductive power is controlled in several ways. In many societies, women do not have the freedom to decide how many children they want, when to have them, whether they can use family planning methods or terminate a pregnancy. Apart from individual male control, male-dominated institutions like church or state also lay down rules regarding women's reproductive capacity. അതായത് ഈ വിമന് റീപ്രൊഡക്ഷനിൽ ഒരു പങ്കുമില്ല. എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഫാമിലി പ്ലാനിങ്, അത് തന്നെ ആണെങ്കിലും പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് ഫാമിലി പ്ലാനിങ് വേണം. അതല്ലാതെ സ്ത്രീകൾക്ക് അവിടെ ഒരു കൺട്രോൾ ഒന്നിനും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇപ്പം ഓക്കെ, നമ്മൾ കല്യാണം കഴിയുമ്പോൾ യൂഷ്വലി എല്ലാവരും ചോദിക്കും വിശേഷമൊന്നും ആയില്ലേ, എന്നിട്ട് വിശേഷമൊന്നും ആയില്ലെങ്കിൽ കംപ്ലീറ്റ്ലി കുറ്റം പറയുന്ന ആരെയായിരിക്കും, സ്ത്രീകളെ ആയിരിക്കും. അതല്ലാതെ ആർക്കാണ് പ്രശ്നം അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഓക്കെ, ഇത് സ്ത്രീകളുടെ പ്രശ്നം തന്നെയാണ്. ഇപ്പം നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ വിഷമം വരും. ഈ അമ്മൂമ്മമാരും ഒക്കെ ഇതുപോലെ പ്രഗ്നൻ്റ് ആവാത്ത സ്ത്രീകളെ വിളിക്കുന്ന കുറേ ടേംസ് ഉണ്ടല്ലോ. ഞാൻ ടേംസ് പറയുന്നില്ല, പക്ഷേ കുറേ ടേംസ് ഉണ്ട്. പക്ഷേ അതുപോലെ ടേംസ് മെന്നിനില്ല, അവരാരും അങ്ങനെ വിളിക്കത്തില്ല. അത് ഭയങ്കര പതറ്റിക്കായിരിക്കും അല്ലേ. നെക്സ്റ്റ് സെക്ഷുവാലിറ്റിയാണ്. Women are obliged to provide sexual service to men according to their needs and desires. Women's sexuality outside marriage in every society is a taboo, while society turns a blind eye to male promiscuity. In some situations, men may force their wives, daughters and other women in their control into prostitution. Rape and threat of rape is another way in which women's sexuality is dominated through an invocation of shame and honor. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു റേപ്പ് വിക്റ്റിമായ ഒരു പെൺകുട്ടി, അപ്പോൾ അവരെ ഇപ്പം നമ്മൾ റീസെൻ്റ്ലി പഠിച്ച ഒരു വർക്ക് ഉണ്ടല്ലോ, ശ്രീലങ്കൻ 1000 മിറേഴ്സ്, അതിനകത്ത് തന്നെ ഐലൻഡ് ഓഫ് 1000 മിറേഴ്സ്, അതിനകത്ത് തന്നെ ആണെങ്കിലും റേപ്പ് വിക്റ്റിമായ സരസ്വതി എന്ന് പറഞ്ഞൊരു കുട്ടിയാണെങ്കിൽ ഫാമിലി പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് അവൾ റേപ്പ് വിക്റ്റിമായി, അത് അവളുടെ കുറ്റം പോലും അല്ല. അതുപോലെ തന്നെ സെക്ഷുവാലിറ്റി, അവൾക്കതിനകത്ത് ഒരു ചോയ്സ് പോലും ഇല്ല സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ മെന്നിനാണെങ്കിൽ അവർക്ക് പോളിഗമസ് ആവാം, പക്ഷെ അങ്ങനെ ഒരു ചോയ്സ് വിമൻ ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. ഓക്കെ, അപ്പം പുരുഷന്മാർക്കാണെങ്കിൽ 2 3 ഒക്കെ കെട്ടാം. അറ്റ് ദ സെയിം ടൈം സ്ത്രീകൾക്ക് അങ്ങനെ പറ്റിയൊക്കെ ചെയ്യും, പക്ഷെ നമ്മുടെ സൊസൈറ്റി ഇതിനെ അനുവദിക്കുന്നില്ലല്ലോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഏതോ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, പേര് കിട്ടുന്നില്ല, അപ്പം ചിലരൊക്കെ ഭയങ്കര ആരാധനയോടെയൊക്കെയാണ് യൂട്യൂബറിനെ നോക്കുന്നത്, ബിക്കോസ് 2 വൈഫ്സ് ഉണ്ട്. അതേസമയം സ്ത്രീകൾക്കാണെങ്കിലും എല്ലാവരും അവർക്കും വേറെ 2 3 ഹസ്ബൻഡൊക്കെ ആയിട്ട് അവരും അവിടെ വീട്ടിലെല്ലാവരും അടിപൊളിയായിട്ട് അങ്ങ് ജീവിച്ചിരുന്നെങ്കിലോ, സൂപ്പറായാണ്. പക്ഷേ സൊസൈറ്റി അതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല.
നെക്സ്റ്റ് വൺ മൊബിലിറ്റിയാണ്. മൊബിലിറ്റി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമായിരിക്കും. അതായത് മെന്നിനാണെങ്കിൽ ഇഷ്ടമുള്ള ടൈമിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും പോകാം. പക്ഷേ ഫീമെയിലിന് അങ്ങനെയല്ല ഒരവസ്ഥയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ women are subjected to constraints in the mobility in ways that men are not subjected to. Example, using parda, limitations on interaction between the sexes, restrictions on when they can leave and for what time they should be home, okay, etc. അത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടി ആൻഡ് അതർ എക്കണോമിക് റിസോഴ്സസ്, അതായത് പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യാനുള്ള റൈറ്റ്. Most property and other productive resources are controlled by men and they are passed from one man to another, usually from father to son. Even where women have the legal right to inherit such assets, a whole range of customs, emotional and social pressures prevent them from acquiring control over them. അത് എല്ലായിടത്തും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതെനിക്ക് എല്ലാ ഇത് കമ്മ്യൂണിറ്റി വൈസാണ് അവർ പറയുന്നത്. ശരിയാണ്, നമുക്കറിയാത്ത എത്രയോ കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. ശരിയാണ്, അവിടെ മെന്നായിരിക്കും അവർ കൊടുക്കുന്നത്, അവരുടെ സൺസിനായിരിക്കും ഈ ഒരു പൊസിഷൻസ് കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് അതിനകത്ത് യാതൊരുവിധ ഡിസേർവിങ്ങും കാണില്ല ഈ പ്രോപ്പർട്ടി റൈറ്റ്സിന്. In a family, the man is considered the head of the family. This is where a child learns the first lessons in hierarchy, subordination and discrimination. Boys learn to assert and dominate, girls to submit and to expect unequal treatment. അത് തന്നെയാണ് ഇപ്പം അതൊരു ബോയും ഗേളും ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്കത് കൂടുതൽ എക്സ്പ്രസീവായിട്ട് കാണാൻ പറ്റും. അതായത് മെന്നിന് കൂടുതൽ ഫ്രീഡം, പെൺകുട്ടികൾക്ക് ഫ്രീഡം കുറവ്. അപ്പോൾ പെൺകുട്ടികൾ വിചാരിക്കും ഓക്കെ ഇതാണ് നമ്മുടെ ഫേറ്റ്. പക്ഷേ അല്ലാത്ത റെബൽ ആയിട്ട് ഇതിനെ ജയിച്ചു വന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇങ്ങനെ മെജോറിറ്റി വീടുകളിൽ ഇങ്ങനെ ആയിരിക്കും. മെന്നിന് കൂടുതൽ പവറും ഫ്രീഡം ആയിരിക്കും, പെൺകുട്ടികൾ കിട്ടില്ല. അപ്പോൾ അവർ വിചാരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ലൈഫ് ലോങ് ഇങ്ങനെ സബോർഡിനേറ്റ് ആയിട്ട് ജീവിക്കാനുള്ളതാണെന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ കേസിലൊന്നും അങ്ങനെയല്ല. കാരണം നമുക്ക് ഈ ഒരു മൊബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്, അതല്ലാതെ സബോർഡിനേഷൻ ഇല്ല. രണ്ടും ഗേൾസ് ആയതുകൊണ്ട് ആരും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളാണ് ഇവിടുത്തെ രാജാക്കന്മാർ. ഓക്കെ, രാജ്ഞിമാരെന്ന് അപ്പോഴും ഞാൻ പറയുന്നില്ല, രാജാക്കന്മാരെന്നാണ് പറയുന്നത്. എഫക്റ്റ് ഓഫ് പേട്രിയാർക്കി. Okay, then a minority of women have learned to assert themselves in a patriarchal system, assume new roles, cross the boundaries set for them by society and achieve positions of power. ഓക്കെ, അപ്പം എന്താണ്, വളരെ കുറച്ച് ആൾക്കാർ ഇതുപോലെ അവർക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു സ്പേസിനെയൊക്കെ കടന്ന് അവർ മുന്നോട്ട് വരാൻ ശ്രമിച്ചു. ബട്ട് ദ മെജോറിറ്റി ഓഫ് വിമൻ ലേൺ ടു അബൈഡ് ബൈ ദ സിസ്റ്റം ആൻഡ് അക്സെപ്റ്റ് ഇറ്റ് വിതൗട്ട് ക്വസ്റ്റ്യൻ. ഓഫൺ ദോസ് ഹു അക്സെപ്റ്റ് ദ സിസ്റ്റം ഓൾസോ പെർപെച്വേറ്റ് ഇറ്റ്. Many times we come across incidents of a mother discriminating between her son and daughter. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓർ ഇൻ കേസസ് ഓഫ് ഫീമെയിൽ ഇൻഫെൻറ്റിസൈഡ്. ഓക്കെ, ഫീമെയിൽ ഇൻഫെൻറ്റിസൈഡ്, അതായത് പെൺകുട്ടിയാണെന്ന് അവർ നേരത്തെ അറിയുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യും, കൊന്നുകളയും. കാരണം ഭയങ്കര ബാധ്യതയാണ്, പിന്നെ ഇന്ന് സ്ത്രീധനം കൊടുക്കണം, അത് മറ്റത് മറിച്ചത്, പിന്നെ ഫാമിലി നോക്കൂല എന്നൊക്കെ കരുതിയിട്ട് ഫീമെയിൽ ഇൻഫെൻറ്റിസൈഡ്, അത് ഇപ്പം നമ്മുടെ നിയമം മൂലം അത് നിരോധിച്ചിട്ടുണ്ട്. നല്ല പണി കിട്ടും. അതുപോലെ then often those who accept, ഞാൻ പറഞ്ഞു, in several instances it's the mother-in-law who is engaged in harassing the daughter-in-law under the cover of patriarchy, probably to gain a better position in the family. ഓക്കെ, അത് പിന്നെ എല്ലായിടത്തും ഉള്ളതാണല്ലോ. അത് കാലാകാലങ്ങളായി ന്യൂ ജെൻ ആണെങ്കിലും ഓൾഡ് ജെൻ ആണെങ്കിലും മാറാതെ വരുന്ന സംഭവമാണ് അമ്മായിയമ്മപ്പോര്. ഓക്കെ, അതും ഇതിൻ്റെ ഒരു പാർട്ടാണ്, ഒരു പേട്രിയാർക്കിയുടെ ഒരു പാർട്ടാണ്. ആക്ച്വലി എനിക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഗേൾസ് അത് എന്താണ് മെന്നിന് മനസ്സിലാവത്തില്ല. അതായത് ഈ ഒരു മെൻ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ബോയ് ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കും. നിങ്ങളൊരു കുറച്ച് ദിവസം വീട്ടിൽ നിന്നൊക്കെ മാറി വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണ്, നിങ്ങൾക്ക് ആകെ അവിടെ 2 ദിവസം മുന്നേ പരിചയപ്പെട്ട ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അതുപോലെ തന്നെ അപ്പോൾ അവരുടെ വീട്, അവരുടെ എന്താണ് സാധനങ്ങൾ, അവരുടെ ഈവൻ ബെഡ് പോലാണെങ്കിലും അവർ കുറേ നാൾ, നിങ്ങളിപ്പോൾ താമസിക്കാൻ പോയൊരു വീട്, അപ്പോൾ അവർ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ബെഡ് നിങ്ങളപ്പോൾ അതിൻ്റെ സൈഡിൽ പോയി ഇങ്ങനെ കിടക്കുന്നു. ആ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി, എന്ത് പതറ്റിക്കായിരിക്കും. ഇതേ അവസ്ഥയാണ് എല്ലാ പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അവർക്ക് അറിയാത്തൊരു സ്പേസ്, അവർക്ക് അറിയാത്ത കുറേ സ്ട്രേഞ്ചേഴ്സിൻ്റെ വീട്ടിലേക്ക് അവർ ചെന്ന് കയറുന്നു. ഒരു ഫ്രീഡം ഇല്ല. അപ്പോൾ സ്വന്തം വീട്ടിൽ അത്രയും ഫ്രീഡം അനുഭവിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്രീഡം അനുഭവിക്കാതെയും പോകുന്നവരുണ്ട്, അനുഭവിച്ചും പോകുന്നവരുണ്ട്. ഈവൻ അവിടെ പോകുമ്പം ഒന്നും അവരുടെ ഓണല്ല, ഒന്നും അവർ പ്രൊസസ്സ് ചെയ്യുന്നില്ല. എല്ലാത്തിനും പേടിയായിരിക്കും, ഇതിങ്ങനെ ചെയ്യാമോ, അതിങ്ങനെ ചെയ്യാമോ. പിന്നെ അതിന് കൂടാഞ്ഞിട്ട് എന്താണ്, നമ്മുടെ മദർ-ഇൻ-ലോയുടെ കുത്തുവാക്കുകളും. അപ്പോഴത്തേക്കും എല്ലാം പൂർത്തിയായി. ഓക്കെ, ആ അവസ്ഥ തന്നെ മാറ്റണം. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പെൺകുട്ടികളുടെ വീട്ടിലേക്ക് ചെറുക്കന്മാരെ കെട്ടിച്ചുകൊണ്ട് വരണം, എന്നിട്ട് അവരെ അവിടെ നിർത്തണം. വാ, നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെയൊക്കെ ആവണം സൊസൈറ്റി. ഇതാണ് എൻ്റെ അഭിപ്രായം.
മെൻ ഇൻ ഓൾമോസ്റ്റ് എവരിവെയർ ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം ഈ റീസെൻ്റ്ലി ഒരു സർവേ കണ്ടല്ലോ, ഇപ്പം പെൺകുട്ടികളെ കിട്ടാനില്ല, കാരണം അവർ ഭയങ്കര ഗാമോഫോബിയക്കാണ്. കാരണം ഈ ഒരു മാരേജ് ഇഷ്യൂസ്, അതുപോലെ അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ, പെൺകുട്ടികൾക്കെല്ലാം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഭയങ്കര പേടിയാണ്. ഈവൻ എനിക്കും ഭയങ്കര പേടിയാണ്. ഒരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ, ചോയ്സ് ഉണ്ടാ എനിക്കറിയില്ല, ഞാൻ സിംഗിൾ ആയാനെ. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, അത് പെൺകുട്ടികൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ഇമോഷനാണ് ആ ഒരു സാധനം. വിസ്മയെ അറിയില്ലേ, അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്, +2 വരെ ഒരുമിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു ഇഷ്യൂ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഗാമോഫോബിയക്കാണ്. എല്ലാ പെൺകുട്ടികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. സംസാരിക്കേണ്ട അവസരം കിട്ടി. മെൻ ഓൾമോസ്റ്റ് എവരിവെയർ എൻജോയ് സർട്ടൺ പ്രിവിലേജസ് ആസ് മെൻ, ബട്ട് ദേ ടു ഫേസ് സം disadvantages of patriarchy. Like women, they are also expected to perform certain roles and behave in a certain way. അത് നമ്മൾ പറയേണ്ടതാണ്. കാരണം ഈ ഒരു പേട്രിയാർക്കിയുടെ ഒരു പാർട്ടാണ് ഈ ഒരു മെന്നെന്ന് പറയുന്നത്, മെന്നല്ല ആൺകുട്ടികളെന്ന് പറയുന്നത്. കാരണം അവർക്ക് ചിലർക്ക് ഒരു ഫ്രീഡം ഇല്ലാതായിപ്പോവും. ചില അവരാണ് റെസ്പോൺസിബിലിറ്റി, ആ ഫാമിലിയുടെ ഇനി റെസ്പോൺസിബിലിറ്റി അവരാണ്. അപ്പം ഒരു 26, 27 ആകുമ്പോഴത്തേക്കും ജോലി കിട്ടണം, ജോലി കിട്ടിയില്ലെങ്കിൽ നാട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ, വീട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ. ഇപ്പം പെൺപിള്ളേരാണെങ്കിൽ ഒരു 26, 27 ആകുമ്പോഴത്തേക്കും പുറത്തിറങ്ങുമ്പോഴത്തേക്കും കല്യാണമൊന്നും ആയില്ലേ മോളെ, കല്യാണം കഴിക്കുന്നില്ലേ. പക്ഷേ ചെറുക്കന്മാരാണെങ്കിലോ ജോലി ഇല്ലേ മോനെ, അവരെ കൊല്ലാൻ തോന്നും. സൈക്കോ അമ്മാവന്മാർ. ഓക്കെ. അപ്പോൾ അതാണ് ആൺകുട്ടികളുടെ പ്രശ്നം. ഇതാണ് കാരണം ഒരു പേട്രിയാർക്കി ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഇത് അവരിങ്ങനെയൊക്കെ ചെയ്യണം എന്ന് എക്സ്പെക്ട് ചെയ്ത് വെക്കും. അത് മറ്റൊരു പ്രശ്നമാണ്. ഓക്കെ, നമ്മളിവിടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാര്യം മാത്രമേ പറയുന്നുള്ളൂ. വേറെയും ജെൻഡറുണ്ട്, നമ്മൾ അതിനെപ്പറ്റി ഇവിടെ സംസാരിക്കുന്നില്ല. കാരണം നമ്മുടെ ഓദർ അതിനെപ്പറ്റി സംസാരിക്കാത്തതുകൊണ്ടാണ്. പിന്നെ ദോസ് ഹൂ ഷെയർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹൗസ് ഹോൾഡ് കോഡ്സ് വിത്ത് ദിയർ വൈഫ്സ് ആർ ലാഫ്ഡ് അറ്റ്. ശരിയാണ്. ഇപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഉണ്ട്, അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല എന്നല്ല, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഇപ്പം ഹസ്ബൻഡ് വൈഫിനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചിരിക്കും. കൊള്ളാം, പെൺകോന്തൻ പറയുമായിരിക്കും അല്ലേ. നെക്സ്റ്റ്, മെൻ ടു ഡു നോട്ട് ഹാവ് ദ ഓപ്ഷൻ ഓഫ് സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് ദ ചോയ്സസ് ദാറ്റ് സൊസൈറ്റി ഹാസ് മെയ്ഡ് ഫോർ ദം. അതുകൊണ്ട് തന്നെ ഈ ഒരു വെച്ചേക്കുന്ന ചോയ്സിൽ നിന്നും അവർക്ക് മാറാൻ പറ്റത്തില്ല. പുരുഷന്മാർക്കും ഇത് പ്രശ്നമാണ്. ദേ ക്യാൻ വെരി റയർലി ഗിവ് അപ്പ് ദ റോൾസ് ഓഫ് ഏർണിംഗ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ ഫാമിലി. നമ്മൾ കരിക്കിൻ്റെ ഒരു സീരീസ് ഉണ്ട്, നല്ലൊരു സീരീസ് ആയിരുന്നു. അതിനകത്ത് ഇതുപോലെ അച്ഛനാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നു, അമ്മയാണെങ്കിൽ ജോലിക്ക് പോയി മക്കളെ നോക്കുന്നു. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു അവരത് മുന്നോട്ട് വെച്ചത്. പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള കറേജ് പുരുഷന്മാർക്കുണ്ടോ? ഈവൻ അങ്ങനെ ചെയ്താൽ സൊസൈറ്റി അവരെങ്ങനെയായിരിക്കും നോക്കുന്നത്, അങ്ങനെ ഒരു പേടിയൊക്കെ അവർക്കുണ്ടായിരിക്കും അല്ലേ. ഇപ്പം പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ. നിങ്ങൾ പുരുഷന്മാരിത് തകർക്കണം, നിങ്ങൾ ഗേൾസ് പൊട്ടിച്ചെറിയണം അത്. ഓക്കെ, ഞാൻ ഉൾപ്പെടുന്ന ഗേൾ സമൂഹം. However, this experience cannot be compared with the subordination of women as a group. They are rarely even discriminated against and do not face the consequences that women face. Okay, അതായത് പുരുഷന്മാരും ഇത് അനുഭവിക്കുന്നുണ്ട്, അവരും ഈ പേട്രിയാർക്കിയുടെ എഫക്ട്സ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകൾ അനുഭവിക്കുന്ന അത്രയും ഡിസ്ക്രിമിനേഷൻ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നാണ് ഇതിനകത്ത് ഓദർ പറയുന്നത്. അത് ശരി തന്നെയാണല്ലേ. അപ്പം ഈ ഒരു സംഭവം തന്നിരിക്കുന്നത് വെറുതെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ വെറുതെ പഠിച്ച് എക്സാമിന് പോയി എഴുതാൻ വേണ്ടിയിട്ടല്ല. ഇത് നമ്മുടെ ലൈഫിൽ നമ്മളത് പ്രാക്ടിക്കൽ ആക്കണം എന്നുള്ളൊരു അതിന് വേണ്ടിയിട്ടല്ല നമുക്ക് എല്ലാ സാധനങ്ങളും പഠിക്കാൻ തരുന്നത്. അപ്പോൾ ഇതെല്ലാവരും പഠിച്ച് ലൈഫിലത് പ്രാക്ടിക്കൽ ആക്കണം. ഫോർ ആൺകുട്ടികളും പെൺകുട്ടികളാണെങ്കിൽ അവർക്കുള്ള ആ ഒരു ചെയിൻസിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഒരു ടബു പോലെ, അല്ലെങ്കിൽ സൊസൈറ്റി ഇങ്ങനെ പോകുന്ന പോലെ കല്യാണം കഴിച്ച് കുട്ടികളുമായി അങ്ങനെ പോകരുത്. മര്യാദയ്ക്ക് നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ജോലി മേടിക്കും, എന്നിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കും. പുരുഷന്മാരും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ സ്ത്രീകൾ എങ്ങനെയൊക്കെയാണ് സൊസൈറ്റിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നതെന്ന്. അപ്പോൾ അവർക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കാൻ നിങ്ങൾ തരേണ്ട സാധനമൊന്നുമല്ല. എങ്കിൽ പോലും അതിനെ അനുവദിക്കൂ, അവർ പറക്കട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.